ഇന്നത്തെ റെസിപ്പി വെറും 5 മിനിറ്റിൽ മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല മുരിഞ്ഞിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇഫ്താർ സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു നോമ്പുതുറ സ്പെഷ്യൽ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഞാനിപ്പോൾ 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഈ ഒരു 3 കോഴിമുട്ട വെച്ചിട്ട് തന്നെ ഒരുപാട് അളവിൽ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്കൊരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പകുതി പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പകുതി പീസ് എടുത്തിട്ട് ഇത് ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാഗി ക്യൂബിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്നെ മസാലകളൊക്കെ ചേർത്തിട്ട് മുട്ട റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മാഗി ക്യൂബ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഒരു ക്യൂബിൻ്റെ തരിതരിയൊന്നും അതിലുണ്ടാവരുത്. ഇനി ഒരു മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് മുട്ട ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. റെഡി ആയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയിട്ട് വരണം. അപ്പോൾ മുട്ട ചൂടാറി വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ മുട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മാഗി ക്യൂബ് കൂടെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും. ഇനി കോൺഫ്ലോർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മൈദ തന്നെ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറോ രണ്ടും ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഒരു ബൗളിലേക്ക് ഇതിൽ നിന്ന് 1/2 കപ്പ് ഈ ബാറ്റർ ചെറിയൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് തന്നെ മതിയാവും മാറ്റി വെക്കുന്നത്. ഇനി ഇതൊരു ബാറ്ററാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം. ഒരുപാട് ലൂസായിട്ട് പോകാൻ വേണ്ട, എന്നാൽ കട്ടിയായിട്ട് വരികയും ചെയ്യരുത്. അപ്പോൾ ഇത് ഈ ഒരു ലൂസിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മുട്ടയ്ക്ക് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ സ്നാക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ബ്രോസ്റ്റഡ് എഗ്ഗാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൗഡറിൽ മുട്ടയുടെ പീസൊന്ന് മുക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഒന്നും കൂടെ ഈ ഒരു പൗഡറിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ബ്രോസ്റ്റഡിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യം പൗഡറിൽ മുക്കിയിട്ട് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് ആ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി പൊടിയിലിട്ടിട്ട് ഒന്നും കൂടെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് നേരത്തെ തന്നെ കോട്ട് ചെയ്ത് വെക്കരുത് കേട്ടോ. ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ 1-2 ഞാൻ ആദ്യം കോട്ട് ചെയ്തിട്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3 ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ളത് കോട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ആ ഒരു ചൂടോടുകൂടി നല്ല മൊരിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. തണുത്താൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മുട്ടയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഒരു മാഗി ക്യൂബിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും റെഡിയായിട്ട് കിട്ടിയാൽ നന്നായിട്ട് പൊങ്ങി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. സ്നാക്കായിട്ടും ഇതുപോലെ സൈഡായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം.
അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.